ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിന് വേണ്ടിയിട്ട് SCERT ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഗവർണർ, ഈ രണ്ട് പോയിന്റ്സ് പുതിയ SCERTക്കകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ പുതിയ SCERTയിൽ നിന്നും ചോദ്യങ്ങൾ വരും. NCERT അതുപോലെ പകർത്തിയിരിക്കുകയാണ് പുതിയ SCERT. സോ ഒഴിവാക്കാതിരിക്കുക. നമുക്ക് വേഗത്തിൽ നോക്കാം. എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ കൂടെ പറയുന്നതായിരിക്കും. അതും കൂടെ നോട്ട് ചെയ്ത് ഒരു റിവിഷൻ പോലെ നിങ്ങൾ ഇതിലെടുക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മോക്ക് ടെസ്റ്റ് നമ്മുടെ ചാനൽ വഴി 499 രൂപയ്ക്ക് 55 ഹോട്ട് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും അതിന്റെ നോട്ട്സും കൂട്ടത്തിൽ നമ്മൾ ഈ 55 ഹോട്ട് ടോപ്പിക്സിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ UPSC PS ചോദിച്ചിട്ടുള്ളത്, മറ്റ് സംസ്ഥാനങ്ങളിലെ PS ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. ഇംഗ്ലീഷ് മലയാളം വേർഷൻ മിക്കതിന്റെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ GKയും ഇംഗ്ലീഷും കൂടെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഫുൾ പാക്കേജിനാണ് ഈ 499 രൂപ. നിങ്ങൾക്ക് മെയിൻസ് വരെ ഇത് അവൈലബിൾ ആയിരിക്കും. കാരണം ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ നമുക്ക് മെയിൻസിന് വേണം. ഏത് എക്സാം ആയാലും നമുക്ക് വേണം മെയിൻസിന്റെ. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇനി 30 ദിവസങ്ങൾ കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഫസ്റ്റ് സ്റ്റേജിന് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തൊട്ട് താഴെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ മോക്ക് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസും ബാക്കി ടോപ്പിക്സിന്റെ ലിസ്റ്റും ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ പറ്റിയിട്ടാണ് ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സെന്റർ അഥവാ കേന്ദ്രവും സംസ്ഥാന ബന്ധവും എന്ന് പറയുന്നത്, അതായത് സെന്ററും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും സംഘർഷങ്ങൾ നിറഞ്ഞതാണ്. കാരണം എന്താ? സെന്ററിന്റെ പവറും സ്റ്റേറ്റിന്റെ പവറും രണ്ടും രണ്ടാണ്. അപ്പം പല കാര്യങ്ങളിലും സെന്റർ ആണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അത് പലപ്പോഴും പല ക്ലാഷസിലേക്കും നയിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൊടുത്തിട്ടുള്ള 1-2 കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത്, അല്ലെ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, റെസിഡ്യൂറി പവേഴ്സ് ഉൾപ്പെടുന്ന 7th ഷെഡ്യൂൾ. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങള് സെൻട്രൽ തീരുമാനിക്കും, ഇന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് തീരുമാനിക്കും. ഇത് രണ്ടും കൂടി തീരുമാനിക്കുന്നതാണ് കൺകറന്റ്. അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ആ പവേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അടിയന്തരാവസ്ഥ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങള്, അതുപോലെ പല രീതിയിലുള്ള കമ്മീഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, അല്ലെ? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷൻ ഏതൊക്കെയായിരുന്നു? അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ 1966 അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ എന്ന് പറയുന്നത് 1966 വരുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് റിവ്യൂ ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഓഫ് ഇന്ത്യ ആൻഡ് റെക്കമെൻഡ് റീഫോം എന്നുള്ളത് ADC എന്നുള്ള പേരിൽ, ARC എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ARCയുടെ ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നു മൊറാർജി ദേശായി ആണ്, അല്ലെ? റെക്കമെൻഡേഷൻസിനകത്ത് വന്ന ഒന്നാമത്തെ പോയിന്റ് തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ, അതായത് ആർട്ടിക്കിൾ 263 ആണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ പറ്റി പറയുന്നത്, അല്ലെ? അങ്ങനെ ഒരു കമ്മീഷൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ഈ പറയുന്നത് പോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ 1966 ഓക്കെ ആണല്ലോ. അതുപോലെ അവര് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു ഡെലിഗേഷൻ ഓഫ് പവർ ടു ദ മാക്സിമം എക്സ്റ്റെന്റ് ടു ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലേക്ക് ഡെലിഗേഷൻ ഓഫ് പവർ കൊണ്ടുവരണം എന്ന് പറഞ്ഞതും ഈ ഒരു ARC 1966 റിപ്പോർട്ട് വെക്കുന്നത് 1969 കേട്ടോ റിപ്പോർട്ട് വെച്ചത്. അപ്പം കൂടുതൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യണം എന്തിന്? സ്റ്റേറ്റിലേക്ക്, എപ്പോഴും സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്യാതെ. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷനകത്ത് 1966 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമുക്കറിയാം രാജമന്നാർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. അതും എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ഇൻക്വയറി കമ്മിറ്റി ആയിരുന്നു ഈ രാജമന്നാർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതൊരു 3 മെമ്പർ കമ്മിറ്റി ആയിരുന്നു. ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് 1969 ഇത് എസ്റ്റാബ്ലിഷ് ആക്കിയിരിക്കുന്നത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ PV രാജമന്നാർ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഈ പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഷുഡ് ബി സെറ്റപ്പ് ഇമ്മീഡിയറ്റ്ലി. അതുപോലെ ഫിനാൻസ് കമ്മീഷൻ ഷുഡ് ബി മെയ്ഡ് എ പെർമനന്റ് ബോഡി. അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ ഷുഡ് ബി ഡിസ്ബാൻഡഡ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് ഷുഡ് ബി ടേക്കൺ ബൈ ദ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റിന് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി തന്നെയായിരുന്നു ഈ പറഞ്ഞ രാജമന്നാർ കമ്മിറ്റി. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ഓർത്ത് വെച്ചേക്കുക, രാജമന്നാർ കമ്മിറ്റി ഓർത്ത് വെച്ചേക്കുക. സർക്കാരിയ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്.
1983 സർക്കാരിയ കമ്മീഷൻ വരുന്നത്. RS സർക്കാരിയ ആയിരുന്നു ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ പറയുന്നതും യൂണിയനും സ്റ്റേറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താണ് വർക്കിംഗ് ടു എക്സാമിൻ ആൻഡ് റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദി എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് സജസ്റ്റ് ചേഞ്ചസ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതായിരുന്നു അതിന്റെ. അവിടെയും എന്താണ് പറഞ്ഞത്? ഈ കമ്മീഷനും റെക്കമെൻഡ് ചെയ്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ പെർമനന്റ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ അണ്ടർ ആർട്ടിക്കിൾ 263 എന്നുള്ളതായിരുന്നു സർക്കാരിയ കമ്മീഷന്റെ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. ഓക്കെ ആണല്ലോ. പുഞ്ചി കമ്മീഷനും കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കമ്മീഷൻ, മുഞ്ചി കമ്മീഷനൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PS ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാനായിട്ട് നിങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കപ്പം ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. നോക്കിക്കേ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഭരണഘടന അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ അധികാരം ആർക്കാണ്? സെന്ററിനാണ്. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽക്കൈ അത് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശം ഭരണഘടന അവർക്കും നൽകുന്നുണ്ട്. എന്നാൽ പലപ്പോഴും മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങളുടെ ഈ അവകാശങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് പത്രങ്ങളിലൊക്കെ നമ്മൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ തന്നെ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നത് നമുക്ക് കാണാം. ഇത്തരം നീക്കങ്ങളാണ് സെൻട്രൽ സ്റ്റേറ്റ് ബന്ധങ്ങളെ പ്രധാനമായിട്ടും കലുഷിതമാക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ആർക്ക് അധികാരം? ജുഡീഷ്യറിക്കാണ് അധികാരം. ഇവിടെ നോക്കിയേ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഭരണഘടനാ വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അല്ലെ, ഒരു അസ്ഥിപഞ്ജരമാണ്. അതിന് മാംസവും രക്തവും ഒക്കെ കൊടുക്കുന്നത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രോസസ്സാണ്. അതിനാൽ ഇന്ത്യൻ ഫെഡറലിസത്തെ ഒരു വലിയ പരിധി വരെ സ്വാധീനിച്ചിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രോസസ്സുകളാണ്. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ആർക്ക് പങ്കുണ്ടെന്നാ? ഗവർണർക്ക് പങ്കുണ്ട്. സോ ഗവർണറെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞ സർക്കാരിയ കമ്മീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിയ കമ്മീഷൻ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം, ചോദിക്കും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതാണ് സർക്കാരിയ കമ്മീഷൻ. 1983 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് RS സർക്കാരിയ ആയിരുന്നു. 1988 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉരസലുകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ഭരണഘടനാപരവും രാഷ്ട്രീയമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് കമ്മീഷൻ പറഞ്ഞു. സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടെങ്കിലും പൂർണ്ണമായിട്ടും അത് നടപ്പിലാക്കിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ സർക്കാരിയ കമ്മീഷൻ 1983 റിപ്പോർട്ട് വെക്കുന്നത് 1988 247 കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഇവർ സബ്മിറ്റ് ചെയ്തത്. ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും അത് നടപ്പാക്കിയിട്ടില്ല ഇപ്പോഴും. അതിനകത്ത് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ പെർമനന്റ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ 263 താഴെയായിട്ട്, ആർട്ടിക്കിൾ 263 താഴെയായിട്ട് ഒരു പെർമനന്റ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ കൊണ്ടുവരണമെന്ന് സർക്കാരിയ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356 എന്താ? പ്രസിഡന്റ് റൂൾ ആണ് അല്ലെ. ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് വെരി സ്പേസിംഗ്ലി ഇൻ എക്സ്ട്രീം കേസസ് ആറ്റ് ലാസ്റ്റ് റിസോർട്ട് വെൻ ഓൾ ദ അവൈലബിൾ. അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും സ്ഥലത്ത് ഒരു സംസ്ഥാനത്ത് പെട്ടെന്നാണ് പ്രസിഡന്റ് റൂൾ വരുന്നത് അല്ലെ. അങ്ങനെ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്താണ്, ഒരു എക്സ്ട്രീം കേസ് വരുന്ന സമയത്ത് മാത്രം പ്രസിഡന്റ് റൂൾ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഷുഡ് ബി റീനെയിംഡ് ആസ് ദ റീകോൺസ്റ്റിറ്റ്യൂട്ട് ആസ് ദി നാഷണൽ എക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. NDC മാറ്റിയിട്ട് നാഷണൽ എക്കണോമിക് ഡെവലപ്മെന്റ് കൗൺസിൽ NEDC ആക്കി മാറ്റണം എന്ന് റെക്കമെൻഡ് ചെയ്തതും ഇവര് തന്നെയായിരുന്നു. ഓക്കെ, അതുപോലെ സെന്റർ ഷുഡ് കൺസൾട്ട് ദ സ്റ്റേറ്റ് ബിഫോർ മേക്കിംഗ് എ ലോ ഓൺ എ സബ്ജക്ട് ഓഫ് ദി കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് 2 കൂട്ടർക്കും കൂടെ അധികാരമുള്ളതല്ലേ. അപ്പൊ കൺകറന്റ് ലിസ്റ്റിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ഒരു ലോ ഉണ്ടാക്കുവാണെങ്കിൽ അതിന് മുൻപേ ആയിട്ട് സെന്റർ സ്റ്റേറ്റിനെ കൺസൾട്ട് ചെയ്യണം എന്നൊക്കെ ഈ ഒരു സർക്കാരിയ കമ്മീഷനാണ് റെക്കമെൻഡേഷൻ വെച്ചത്. ഈ പറഞ്ഞ 247 റെക്കമെൻഡേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. പകുതിയിലും മുക്കാലും അംഗീകരിച്ചിട്ടില്ല, പകുതി മാത്രം അംഗീകരിച്ചു. കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാ. പുഞ്ചി കമ്മീഷനും കൂടെ നോക്കിയിട്ട് പോവാ. ഓക്കെ, അപ്പൊ നോക്കാം, നമ്മൾ ഗവർണറെ പറ്റിയിട്ട് പറയുന്നു. ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആർട്ടിക്കിൾ 153 പ്രകാരം പാർട്ട് 6 ആർട്ടിക്കിൾ 153 ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ. അപ്പം ഗവർണറുടെ പങ്ക്
സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റുകളും തമ്മിലുള്ള ഒരു വിവാദ വിഷയമാണ്. ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക സ്ഥാനമല്ല. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ എന്നിവരാണ് ഗവർണറായിട്ട് പൊതുവെ നിയമിക്കുന്നത്. ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി ആയിരിക്കും. അപ്പൊ ഗവർണർ നിയമനത്തിന് ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സ്, പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കും, അല്ലെ? സെൻട്രൽ വിടുന്നതാണ് ഗവർണറെ. അപ്പൊ സ്റ്റേറ്റ് ഭരിക്കുന്ന മറ്റൊരു പാർട്ടി ആണെങ്കിൽ അതൊരു പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാം. അപ്പം ഇക്കാരണത്താൽ ഗവർണർമാർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും? ഇവരുടെ പ്രവർത്തനങ്ങൾ, ഗവൺമെന്റ് പ്രവർത്തനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലായിട്ട് പലപ്പോഴും അത് വ്യാഖ്യാനിക്കും. ഇല്ലെങ്കിൽ പോലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ 1983 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായിട്ട് നിയമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചു വെക്കുക. സജീവമായിട്ടുള്ള രാഷ്ട്രീയക്കാരെ ഗവർണറായിട്ട് നിയമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാരിയ കമ്മീഷൻ 1983 വന്നിട്ടുള്ളത്. ഗവർണർമാരുടെ പങ്കും അധികാരങ്ങളും വിവാദമാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭരണഘടനയിലെ 356 വകുപ്പാണ് ഈ വിവാദത്തിന്റെ അടിസ്ഥാനം, അല്ലെ? അതായത് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് 356 പറയുന്നുണ്ട്. ഗവർണർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയും. എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഈ വകുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഗവർണർമാരുടെ ഈ അധികാരം, അതായത് ഗവർണറാണ് ഇത് അറിയിക്കുന്നത്, രാഷ്ട്രപതി ഭരണം വേണം, ഇപ്പോഴത്തെ സർക്കാർ കൊള്ളില്ല. അപ്പൊ ഇങ്ങനെയുള്ള അധികാരം അനേകം സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1989 കേരള ഗവൺമെന്റ് പിരിച്ചുവിട്ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 356 വകുപ്പ് ചോദിക്കാം. സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കാനോ ആർട്ടിക്കിൾ 356 രാഷ്ട്രപതിക്ക് അവകാശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും രാഷ്ട്രപതി ഭരണം വരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഈ വകുപ്പ് 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടാണ് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്. ദെൻ 1967 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ആർട്ടിക്കിൾ 356 വകുപ്പ് അപൂർവമായിട്ട് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ 1967 ശേഷം ഇത് വ്യാപകമായിട്ട് പ്രയോഗിക്കപ്പെട്ടു. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 2 പോയിന്റും കൂടെ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഇനി ഗവർണറും അവരുടെ ചുമതലകളുമാണ് ഈ പറയുന്നത്. അതായത് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും. കേന്ദ്രത്തിലേതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ് ഗവർണർ. നമ്മൾ ഈ നോമിനൽ ലീഡർ അല്ലെങ്കിൽ നോമിനൽ ഹെഡ് എന്ന് പറയില്ലേ രാഷ്ട്രപതിയെ, അതുപോലെ തന്നെ യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ചീഫ് മിനിസ്റ്ററിന്റെ ആണ്, അല്ലെ? അതുപോലെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ. അതുകൊണ്ട് ഗവർണർ അധികാരം നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം. അപ്പം അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്, അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ഗവർണർ എന്ന് പറയുന്നത്, ഒന്ന് നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുക, സഭയെ പിരിച്ചുവിടുക. ദെൻ സഭയെ അഭിസംബോധന ചെയ്യുക, സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, ബജറ്റും ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതിയൊക്കെ കൊടുക്കുക. ഇത്രയാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. അടുത്തത് എക്സിക്യൂട്ടീവ് പവറുകളാണ്. സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഈ ഗവർണറുടെ പേരിലാണ്. അതുപോലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിന്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുന്നത് ഇദ്ദേഹമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ഇവരെയാണ്. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതൊക്കെ ഗവർണറുടെ എക്സിക്യൂട്ടീവ് പവർ ആണ്. ദെൻ അടുത്തത് ജുഡീഷ്യറി പവർ ആണ്. സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങളിൽ മാപ്പ് നൽകുന്നതിനും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാനോ ഇളവ് നൽകുന്നതിനോ അല്ലെങ്കിൽ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാനുള്ള അധികാരം ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ ഡിസ്ക്രിഷണറി പവർ ഓഫ് ഗവർണർ എന്താണ്? നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ മന്ത്രിസഭ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്കൊരു ഡിസ്ക്രിഷണറി പവർ കൊടുക്കുന്നുണ്ട്. സംസ്ഥാന ഭരണകാര്യങ്ങളെ കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം ഇദ്ദേഹം. അതുപോലെ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടി എടുക്കാം. ഒന്ന്, ബില്ലിന് അംഗീകാരം നൽകുക അല്ലെങ്കിൽ നൽകുന്നില്ല എന്ന് പറയാം. അതുപോലെ ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബില്ല് സഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയോടെയോ
അല്ലാതെയോ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഗവർണർ അതിന് അനുമതി കൊടുത്തേ പറ്റൂ. ബില്ല് രാഷ്ട്രപതിക്ക് പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഓർത്തു വെച്ചേക്കേണ്ടത്. ഇത് ഗവർണറെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുപോലെ ആരൊക്കെയാണ് നിയമിക്കുന്നത് നമ്മൾ പറഞ്ഞു? മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാര്, മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, മറ്റംഗങ്ങൾ, ജില്ലാ ജഡ്ജി, അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എല്ലാവരെയും നിയമിക്കുന്നത് ഗവർണർ ആയിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ ഗവർണർ കാലാവധി 5 വർഷം, ഗവർണർ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ് അല്ലെ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഡിനൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു 6 മാസം, അത് ഓർത്തു വെച്ചേക്കാം. ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ്. സംസ്ഥാന നിയമസഭ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പരിഗണിക്കാത്ത ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 6 മാസം 6 ആഴ്ചയാണ്. ഓക്കെ. അപ്പൊ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറിനുള്ള അധികാരം ഏത് ആർട്ടിക്കിൾ 213 ആണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്നത്. പ്രസിഡന്റിനോ 123. രണ്ടും നമ്പേഴ്സ് എല്ലാം ഒന്നാ. 213 ഇദ്ദേഹം, 123 പ്രസിഡന്റ്. അത് രണ്ടും തെറ്റിക്കാതിരിക്കുക, ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ എടുത്തു നോക്കേണ്ടത് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ കമ്മീഷൻസ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻസ് കൃത്യമായിട്ട് നോക്കുക. പ്രത്യേകിച്ച് ഇനി എക്സ്ട്രാ പോയിന്റ് വേണമെങ്കിൽ സർക്കാരിയ കമ്മീഷൻ, അതും കൂടെ ഒന്ന് നോക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.